ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള ഒരു വീഡിയോ, ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പിന്നെ അങ്ങോട്ട് വീഡിയോ ചെയ്യാനൊക്കെ എന്താ വെച്ചാൽ കേസ് നമ്മളുടെ തൊട്ടടുത്ത ആ ഒരു സംഭവമൊക്കെ നടന്നത്. അപ്പോൾ അങ്ങനത്തെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചാലിയാർ പുഴയിലേക്കുള്ള സംഭവങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മൈൻഡൊന്നും ഇല്ല. അല്ലടാ, ആർക്കും ഒന്നിനും ഇല്ലേ. പിന്നെ എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലായി അല്ലേ. അതായത് നമ്മളുടെ വണ്ടി നമ്മളെ കൊണ്ടുപോയി എത്രയോ കിലോമീറ്ററുകൾ ഓടി നമ്മളെ കൊണ്ടുപോയി നമ്മൾ തിരിച്ചു കൊണ്ടുവന്നേക്കുവാണ് അല്ലടാ. ഓ, എത്ര കിലോമീറ്റർ ടോട്ടൽ ഓടി അറിയോ? ഞാൻ പറഞ്ഞുതരാം. 1000 ഒന്നുമല്ല, 3000 അല്ല, അതുക്കും മേലെ. അപ്പം നമ്മളുടെ വണ്ടി എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഓട്ടോ ലൈഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഓട്ടോ ലൈഫ്. അപ്പം നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത് ഓട്ടോ ലൈഫ് അല്ല ഗോ, ഓട്ടോ ലൈഫാണ്. ഫ്ലോറസ്റ്റ് സാൻഡോൺ എന്ന് പറഞ്ഞ ഓട്ടോ ലൈഫാണ്. പിന്നെ എന്താ, നമ്മളുടെ പല വീഡിയോകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പല വീഡിയോകളിലല്ല ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതുമാണ്, ഞങ്ങൾ രണ്ടാളും ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങൾ ഏട്ടനനിയന്മാരാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അതിൽ ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ഏട്ടനനിയന്മാരുമാണ്, ഫ്രണ്ട്സുമാണ്. ചെറുപ്പം തൊട്ടേ കളിച്ചു അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് ഞങ്ങളത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആകാം. നിങ്ങളതിലുണ്ടാവുമല്ലോ ഇപ്പോൾ അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ അപ്പുറത്തൊക്കെ ആയിട്ട്. അതെ. അപ്പോൾ അതേപോലത്തെ ഒരു ബന്ധം തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും. സത്യം പറഞ്ഞാൽ ഏട്ടനനിയന്മാരുമാണ്, പിന്നെ ഫ്രണ്ട്സുമാണ്. ചിലവർ ഇതേപോലെ ബിസിനസ് ആയിട്ട് ഒരുമിച്ച് നിൽക്കുന്നുണ്ടാവും, ഇതേപോലെ ഒരുമിച്ച് പല ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഞങ്ങൾ യാത്ര ചെയ്യുന്നു അല്ലേ. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവരിതിൽ യാത്രയും ചെയ്യുന്നു. ഏതായാലും കുക്കും ഞാനും ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ മക്കളാണ്. ഞാൻ അറിയാത്ത ആളുകൾക്ക് ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ മക്കളാണ്. കുക്കു എൻ്റെ ഏട്ടനാണ്. കുക്കുവിന് ഇപ്പോൾ ഏകദേശം 29 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ. 29 വയസ്സായിട്ടുണ്ട്. എനിക്കൊരു 26-27 വയസ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ രണ്ടാളുള്ള മാറ്റം. അത് 2-3 വയസ്സിൻ്റെ മാറ്റം, 3 വയസ്സിൻ്റെ ഒക്കെ മാറ്റം ഞങ്ങൾ രണ്ടുപേരുണ്ടാവും. കുക്കുവിൻ്റെ വീട് വണ്ടൂരാണ്, കുക്കുവിൻ്റെ വീട് നടുവത്താണ്. ഈ വണ്ടൂർ നടുവത്തുള്ളത് മലപ്പുറം ജില്ലയിലാട്ടെ, ഞാൻ അതുകൊണ്ടല്ലോ പറയാം. ഒക്കെ നിലമ്പൂരിനടുത്താണ്. ഞങ്ങൾ നിലമ്പൂർക്കാരാണെന്നൊക്കെ പറയലുണ്ട്. അതിൻ്റെ കാരണം അതാണ്. ഞങ്ങൾ നിലമ്പൂർ തമ്മിൽ സത്യത്തിൽ കുക്കും നിലമ്പൂരും തമ്മിൽ വലിയ ഒരു മാറ്റുന്നില്ല. 9 കിലോമീറ്ററോ 9 അല്ലേ. ഞങ്ങൾക്ക് ഇവിടുന്ന് 12 കിലോമീറ്ററിൻ്റെ മാറ്റമാണുള്ളത്. അപ്പോൾ അത്ര മാറ്റമുള്ളൂ ഞങ്ങൾ നിലമ്പൂരായിട്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ ആരാണ്, ഫ്രണ്ട്സാണോ അല്ലെങ്കിൽ ഏട്ടനനിയന്മാരാണോ ചോദിക്കുന്നവരോട് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇത്രയും കാലം ഞങ്ങളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഒരു വർഷം അല്ലേ, ഒരു വർഷമൊക്കെ ആയി. ഇതിന് മുമ്പ് നമ്മൾ പോയിരുന്ന ഓട്ടോയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു ടാക്സി ഡ്രൈവറാണ്, ഓട്ടോറിക്ഷ തന്നെയാണ് ഞാൻ ഓട്ടുന്നത്. പിന്നെ കുക്കൊരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജോലി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ നമ്മൾ ചെയ്തതാണ്. എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം എന്ന് മാത്രം. പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഓട്ടോ ലൈഫാണല്ലോ. ഓട്ടോറിക്ഷയിൽ എങ്ങനെ പോവാം, എങ്ങനെ കിടന്നുറങ്ങാം, അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഇതിലുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ ഓരോ വീഡിയോയിലും ഞങ്ങളുടെ അനുഭവങ്ങളെ പറയാറുണ്ട്. അതിൽ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നിങ്ങൾ പറയാറുണ്ട് പല ആളുകളും ഞങ്ങളുടെ പായേരം പറയാറുണ്ട്. സത്യത്തിൽ പായേരം മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയാണ്. അതെ. പിന്നെ അത് ഞാൻ പറയുന്നുണ്ട്. ഞങ്ങളടുത്ത് അതേപോലെ തന്നെ എത്ര സിനിമകൾ കണ്ടന്റ് വരുന്നുണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് ഇല്ലാത്തത് ഇല്ലാന്ന് തന്നെ പറയൂ. അത് ഇല്ലാന്ന് തന്നെയല്ലേ. അതിപ്പോൾ നമുക്ക് മാറ്റി പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ. അപ്പം ഞങ്ങൾ ഈ വണ്ടി, ഈ ഓട്ടോറിക്ഷ ഇപ്പം നമ്മൾ ഈ ഒരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുവാണല്ലോ. അപ്പോൾ ഈ ഒരു യാത്ര പോയി, ഇതിന് മുമ്പ് വിജയവാഡ കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉത്തർപ്രദേശ് കാര്യങ്ങളൊക്കെ കറങ്ങിയിട്ട് അങ്ങനെ നമ്മൾ പോന്നു. അങ്ങനെ ഒരുപാട് ഓടി ഈ വണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ യാത്ര പോകണമെങ്കിൽ നമുക്ക് എന്തായാലും ഈ വണ്ടി പറ്റൂല അല്ലടാ, ഇത് പറ്റൂല. ഏതായാലും നമ്മൾ ഈ ഒരു യാത്രയും കൂടി വളരെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തിരിച്ചു പോരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ യാത്രയിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഈ എങ്ങനെയാണ് യാത്ര പോകാനുള്ള പൈസ കണ്ടെത്തുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യാത്ര പോകാനുള്ള പൈസ എങ്ങനെ കണ്ടെത്തുന്നത് വെച്ചാൽ സത്യം പറഞ്ഞാൽ അതൊരു കഥ തന്നെയാണ്. ഞങ്ങൾക്ക് തന്നെ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് വലിയ കഥ അല്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഇപ്പോൾ ആദ്യത്തെ യാത്ര എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ സംസാരിക്കാം. കാരണം ഇപ്പം അതിൻ്റെ ടൈമൊന്നും ആയില്ലേ, നമ്മളിപ്പോൾ തന്നെ ആയി തുടങ്ങുന്നുള്ളൂ. ഇപ്പം തന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു പ്രചോദനമാവില്ല ഉള്ള കാര്യം പറയാലോ. ഞങ്ങൾ എങ്ങനെയാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു പ്രചോദനമാവില്ല. കാരണം ഞങ്ങൾ പോയാൽ പോലെയൊന്നും നിങ്ങൾ പോകരുത്.
അങ്ങനെ പോയത്. പക്ഷേ എങ്കിൽ ഞങ്ങളുടെ ഒരു ജീവിത അനുഭവം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരു ദിവസം മറ്റൊരു വീഡിയോയിൽ ഞങ്ങളത് പറയാം. അപ്പൊ അത് ഞങ്ങൾക്ക് സാഹചര്യം അനുസരിച്ച് ഞങ്ങളുടെ ചിലവർ ചെയ്യലുണ്ട്. പക്ഷെ ഓർക്ക് വേണമെന്നുണ്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ചെയ്യലുണ്ട്. രണ്ട് ബന്ധങ്ങളായിട്ടുള്ള ചേരുമ്പോഴേ അതിന്റെ ഇത് ബുദ്ധിമുട്ട് അറിയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ യാത്ര പോവാറ് എന്നുള്ളതിനേക്ക് ഞങ്ങൾ വരണ്ട്. അത് മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയില് ഞങ്ങൾക്ക് ഒന്നും ആയില്ല. ഞങ്ങളില്ലല്ലോ നമ്മള് ഒരു നടുക്കൊക്കെ. അല്ല, നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു 3 പടിയൊക്കെ കയറിയിട്ടുള്ളൂ. ഇനിയും കയറി പോകണമെന്നാണെങ്കിൽ ഇനിയും ഒരുപാട് കയറി പോകാനുണ്ട്. സാഹചര്യം നമ്മൾക്ക് അതിനുള്ള വഴി ഒരുക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇനി പുതിയ യാത്ര പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഈ വണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു നമുക്ക് പുതിയ യാത്രക്ക്. കാരണം ഏറ്റവും വലിയതിൽ നെഗറ്റീവുകൾ പറയല്ല കേട്ടോ. ഈ ഓട്ടോറിക്ഷ കൊണ്ട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. സ്വന്തം വാഹനം കൊണ്ട് പോകുക പറയുമ്പോൾ അത് വേറെ സുഖം വേറെ തന്നെയാണ്. മറ്റുള്ളൊരു ഇതൊക്കെ എടുത്താണ്ട് റെന്റിന് എടുത്താണ്ടൊക്കെ പോകുക പറയുമ്പോൾ അത് ഒറ്റ വട്ടൊക്കെ പറ്റുള്ളൂ. അതെ. അപ്പോൾ ഈ ഒരു വണ്ടി ഓട്ടോറിക്ഷ കൊണ്ട് നമ്മൾക്ക് ഞാൻ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് മനസ്സിൽ തുടങ്ങാം. നമ്മൾ ഓട്ടോറിക്ഷ കൊണ്ട് പോകുമ്പോൾ ഫസ്റ്റ് ടോളില്ല, അത് ഭയങ്കര കിട്ടില്ല. പിന്നെ മൈലേജ് 30-35 കിട്ടും, അതും വലിയ കിട്ടില്ല. പിന്നെ ഇതിൽ തന്നെ കിടന്നുറങ്ങാം, അത് അതിനേക്കാൾ വലിയ കിട്ടില്ല. കാരണം ഒരു ദിവസം 600-700 അല്ല, നമ്മളിതിൽ നീണ്ടു നിവർന്ന് കിടക്കുക. അത് ഈ ഓട്ടോ ലൈഫ് ചെയ്തിടത്തോളം നമ്മൾ അങ്ങനെ തന്നെ വണ്ടിയിൽ തന്നെ കിടന്നിരുന്നത്. ഞങ്ങൾ ടെൻ്റ് ഇല്ല, കാലി സ്ലീപ്പിംഗ് ബാഗ് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഫുള്ളായിട്ട് വണ്ടിയിൽ തന്നെ കിടക്കല്. അങ്ങനെ ഈ 3 കാര്യം. പിന്നെ 4-മത്തെ ഒരു കാര്യം, നമ്മളുടെ എല്ലാ സാധനങ്ങളും ആവശ്യ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതിനുള്ള സൗകര്യ സ്പേസ് ഇതുണ്ട് എന്നുള്ളതാണ് സത്യമായിട്ട്. അപ്പൊ അതൊരു പെട്ടിയിട്ട് നമ്മള് പണി സാധനങ്ങൾ എടുത്തേക്കും. അതേപോലെ തന്നെ അതൊരു ഉദാഹരണമാണ്. അതുപോലെ പിന്നെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും ഇതില്. അതിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകാം. ഇതിലല്ല, ഞങ്ങൾ പുറത്താണ് കുക്ക് ചെയ്യല്. എല്ലാരും പറയുന്നത് ഇതിലോ വണ്ടിയിലല്ല, നമ്മളെ കുക്ക് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല. പുറത്താണ് കുക്ക് ചെയ്യുക, അടുപ്പ് പുറത്തേക്ക് വെച്ചിട്ട് കുക്ക് ചെയ്യുക. പക്ഷെ ആ സാമഗ്രികൾ നമുക്ക് കൊണ്ടുപോകാൻ അറിഞ്ഞിട്ട് ചോദിക്കണ്ടേ. അപ്പോൾ നമ്മള് അതെ. ഇവിടെ അടുത്തൊരു വീടിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സൗണ്ട് ചിലപ്പോ കയറുന്നുണ്ടാവും. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയുള്ളൂ, കയറുണ്ടാവും എനിക്കറിയാം. അപ്പോൾ അതൊരു പ്രശ്നമാക്കരുത് അല്ലേ. ഞങ്ങള് എന്ന് നിൽക്കുന്ന സ്ഥലത്താണ്, എന്ന് നിൽക്കുന്ന സ്പോട്ടിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതാണ് ഈ വണ്ടി കൊണ്ടുള്ള സുഖങ്ങൾ. അതുപോലെ തന്നെ ചാർജിങ് ഇതിൽ നടക്കും, ലൈറ്റിങ്, എന്താ പറയുക, വെയിൽ മഴ കൊള്ളണ്ട, എല്ലാം കൊണ്ടും സൗകര്യമുള്ളൊരു വണ്ടി തന്നെ, ഒരു കാർ തന്നെയാണ് ഒരു ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിൻ്റെ കൊണ്ടുള്ള ഗുണങ്ങൾ. ഇനി നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് ചില ടൗണുകളിലേക്ക് കടത്തിവിടില്ല, റിസർവ് ഫോറസ്റ്റുകളിലേക്ക് കടത്തിവിടില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾക്ക് ഈ ഓഫ് റോഡ് ഉള്ള ഏരിയകളിലോ അല്ലെങ്കിൽ വലിയ കുത്തുള്ള ഏരിയകളിലോ ഒന്നും പോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾക്ക് ഒരു എന്താ പറയുക, മൃഗങ്ങളുടെ ശല്യമുള്ള ഭാഗങ്ങൾക്ക്, ഇപ്പോൾ കുരങ്ങന്മാരുടെ ശല്യം കൊണ്ട് നമ്മളെ വണ്ടിയിൽ നിന്ന് ഒരു പ്രാവശ്യം സാധനങ്ങളൊക്കെ പോയതാണ്. ഏതായാലും അന്ന് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. അന്ന് എല്ലാവരും പറഞ്ഞു വണ്ടിക്ക് ഡോറ് വെക്കുക. ഗൈസ്, ഞാൻ ഇനിയിപ്പോൾ ഈ വണ്ടിയായിട്ട്, അപ്പോൾ അതൊരു ഈ വണ്ടിയായിട്ട് പോണതിനെ കുറിച്ച് അതിലേക്ക് വരാം. പിന്നെ നമ്മൾക്ക് ഈ ഒരു വണ്ടിയിൽ ഉള്ളൊരു പോരായ്മ, ഡീസൽ വണ്ടി ആയതുകൊണ്ട് ഇതിന് സ്പെയർ പാർട്സുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പണിക്കാരും ഇത് പണിയെടുക്കാൻ ആൾക്കാരും ഇല്ല. നമ്മൾ തന്നെ പണി പഠിച്ചിട്ട് വേണം പോവാം. അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വർക്ക്ഷോപ്പൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മൾ തന്നെ ചെയ്യണം. ഒരുപാട് വട്ടം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ് സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മൾ മോട്ടർ മാറ്റിയപ്പോഴൊക്കെ ഭയങ്കര വിലയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്തരം കേസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നെഗറ്റീവ്. ഇതൊക്കെ നമ്മൾ യാത്രക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള. കാരണം നമ്മളൊരു യാത്ര ചെയ്യുക, അത് പോണ പോക്ക് താജ്മഹലുണ്ട്, താജ്മഹലിൻ്റെ ഭാഗത്തേക്ക് നമ്മളെ വണ്ടി കടത്തി വിടില്ല. ഇനിയൊരു വരവ് അതുവഴി ഇനിയൊരു പോക്ക് അതുവഴി പോകാൻ പറ്റുമോ നമുക്കറിയോ? ഇല്ല. അപ്പോൾ ആ താജ്മഹൽ മിസ്സാകുകയാണ്. ഇവിടുന്ന് പോകുമ്പോൾ തൊപ്പക്കാട് കാടുണ്ട്, ഞങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റില്ല. തൊപ്പക്കാട് കാട് വഴി പോകുമ്പോൾ എന്ത് മനോഹരമുള്ള കാഴ്ചകളുണ്ട്. ലക്നൗ ടൗണിലേക്ക് ഞങ്ങളെ കടത്തി വിടില്ല. അങ്ങനെ പോകാൻ പറ്റാത്ത ഒരുപാട് സ്ഥലം. പിന്നെ മണാലി പിടിക്കാന്നല്ലേ, മണാലിൻ്റെ അടുത്ത് എത്തിയിട്ട് ഞങ്ങള് പോര് അറിയുമ്പോൾ അത് ഭയങ്കര ഇടങ്ങാറാണ്. പക്ഷെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഇങ്ങോട്ട് പോയോണ്ട് നിൽക്കണ ലെവലിലാണ്. പകുതിക്ക് തന്നെ ഞങ്ങള് റിട്ടേൺ തിരിച്ചേക്കാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഈ ഒരു വണ്ടിയിലെ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയാൻ നമുക്കൊരു അടച്ചുറപ്പ് ഇല്ല എന്നുള്ളതാണ്. എന്ന് കരുതി ഞങ്ങൾക്ക് ഇതുവരെ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഒരു യാത്രയിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അല്ലേ. മനുഷ്യന്മാരെ കൊണ്ട് നമ്മൾക്ക് ഈ ഒരു സാധനം എടുത്ത് കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ഇതുവരെ യാത്ര ചെയ്ത് നമുക്ക് ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയിൽ പോകണം, ഓട്ടോറിക്ഷയിൽ ഇന്ത്യ കാണാൻ എന്ന് കരുതിയ ആളുകളെ ഞങ്ങൾ.
അപ്പോൾ അങ്ങനത്തെ വിഷയം. പിന്നെ ഉള്ളൊരു വിഷയം എന്താ വെച്ചാൽ ഇനി നമ്മൾ യാത്ര ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യ ഏകദേശമൊക്കെ നമ്മൾ കവർ ചെയ്ത് ഏകദേശം ഉള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഫുള്ളായിട്ട് അങ്ങനെ ആരെ കൊണ്ട് ഒറ്റയടിക്കും കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എത്രങ്ങാനും ഏരിയ ഉണ്ട്. നമ്മളെ പഞ്ചായത്ത് പോലും ഇപ്പോഴും ഫുള്ളാണ്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെങ്ങനെ ഓൾ ഇന്ത്യ കവർ ചെയ്തു അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ കവർ ചെയ്തു എന്നൊക്കെ പറയാം. നമ്മൾ കുറച്ച് കവർ ചെയ്തു, കുറച്ച് ഭാഗങ്ങളിലൊക്കെ പോയി. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു ഏരിയയിലേക്ക് കിടക്കണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി ജയ്പൂർ ഇപ്പോൾ രാജസ്ഥാൻ തിരിച്ചു. ഇപ്പോൾ രാജസ്ഥാൻ വിട്ട് അങ്ങോട്ട് തുടങ്ങണമെങ്കിൽ രാജസ്ഥാൻ വരെയുള്ള ദൂരം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഞങ്ങൾ 12-13 ദിവസം കൊണ്ട് നമ്മൾ നാട്ടിലെത്തി അല്ലേ. അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അത്രയും ദിവസമാണ് അവിടെ എത്താൻ. അപ്പോൾ അത്രയും ദിവസം നമ്മുടെ യാത്രയുള്ള പ്രത്യേകിച്ചൊന്നും കാണാതെ ഇങ്ങോട്ട് പോന്നിട്ട് അത്രയും ദിവസം. അപ്പോൾ അങ്ങോട്ട് പ്രത്യേകിച്ച് കണ്ടെന്തെങ്കിലും പോകുമ്പോൾ അതിനേക്കാൾ ദിവസം കൂടും. കണ്ട് അങ്ങോട്ടൊക്കെ ചാടി കണ്ടാക്കം പോലെ പോവാണെങ്കിൽ. അപ്പോൾ ഈ ഒരു എന്താ പറയുക ദൂരത്തേക്ക് എത്താൻ പറ്റാത്ത സമയത്തിൻ്റെ ഒരു വിഷയം കൂടി ഇതിൽ വരുന്നുണ്ട്. നിശ്ചിത 150 കിലോമീറ്ററൊക്കെ നമുക്ക് ഒരു ദിവസം പോകാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ 1 മണിക്കൂറൊക്കെ ഞങ്ങൾ ഓടലുള്ളൂ. അപ്പോൾ അങ്ങനെ വണ്ടിനെ നോക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ബുദ്ധിമുട്ടും ഓട്ടോറിക്ഷയിലുണ്ട്. അപ്പോൾ ഓട്ടോ ലൈഫ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. അത് തന്നെയാണ് തുടർന്ന് ചെയ്യണം എന്ന് കരുതിയിരുന്നത്. പക്ഷേങ്കിൽ നമ്മൾക്ക് മുന്നിലേക്ക് ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്താലോ എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട അടുത്തുറക്കിലെ വണ്ടിയൊക്കെ പുതിയ യാത്ര എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്ലാൻ ആയില്ല. പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ എത്തിയിട്ടല്ലേ ഉള്ളൂ, പ്ലാനിങ്ങിലാണ്. പുതിയ യാത്രയെക്കുറിച്ച് പറയുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ കയറി പോകണം എന്ന് കരുതുന്നുണ്ട്. അങ്ങനെ കയറി പോവുകയാണെങ്കിൽ നമ്മളുടെ വണ്ടി അതിന് നമ്മൾക്ക് നിന്ന് തരുന്ന വണ്ടി ആയിരിക്കണം. എപ്പോഴും വണ്ടിൻ്റെ പണി വർക്ക്ഷോപ്പ് കാര്യങ്ങൾ കാരണം നടക്കുവാണെങ്കിൽ നമുക്ക് ട്രിപ്പ് തന്നെ ചിലപ്പോൾ മടുത്തു. തുടക്കം മുതലേ ഇപ്പം അങ്ങനെ തന്നെ ആയി പോയിട്ടുള്ളത്. ഉണ്ടാക്കണം, പക്ഷെ വണ്ടിയല്ലേ അതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ക്ലിയർ ചെയ്ത് വേറെ വണ്ടി എടുത്ത് പോകണേലും ഉണ്ടാവും അല്ലേ. അതിപ്പോ ഈ വണ്ടി എന്നല്ല ഏത് വണ്ടിയായാലും പറയാൻ പറ്റില്ല. അതൊക്കെ ഉണ്ടാവും, പല ബുദ്ധിമുട്ടുകൾ ഏർപ്പെടും. പക്ഷെ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ യാത്രകൾ ചെയ്യാം. തീർച്ചയായും ഒക്കെ തരണം ചെയ്ത് തന്നെ ഞങ്ങൾ യാത്ര ചെയ്യാറ്. പക്ഷേ ആ ഫോണ് പോയതാണ്. ഫോണിന്റെ വിഷയം അതിലേക്ക് വരാം. അപ്പൊ അതാണ് ആ ഒരു വണ്ടിയെ കുറിച്ച് പറയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ, അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ 4 വീലിലേക്ക് കയറിയാലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ കുറേ ആളുകളൊക്കെ നമുക്ക് കമൻ്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടും പറഞ്ഞു നിങ്ങൾ 4 വീല് നോക്കി, നിങ്ങളുടെ ഭാഗത്തിൻ്റെ വണ്ടി നോക്കി. അപ്പോൾ ഞങ്ങൾ അത്തരത്തിലേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. കിട്ടും എന്ന് കരുതുന്നു അല്ലേ. ഞങ്ങളിപ്പോൾ ഇന്ന് നോക്കിയാൽ 1-2 വണ്ടിയൊക്കെ പോയി നോക്കി. പക്ഷേ നമുക്ക് വലിയൊരു റാങ്കായില്ല, പറ്റുന്ന വണ്ടി കിട്ടട്ടെ. കഴിഞ്ഞ യാത്ര ഈ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ പറഞ്ഞു വിജയവാഡ പോയി, മഹാരാഷ്ട്ര പോയി. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന യാത്ര വിജയവാഡ ടോട്ടൽ 2500 കിലോമീറ്റർ തോന്നുന്നു. ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാടെ അപ്പ് ആൻഡ് ഡൗൺ. മഹാരാഷ്ട്ര 3500 കിലോമീറ്ററാണ്. ഇപ്പോൾ ഈ യാത്ര എത്ര ടോട്ടൽ അറിയോ? 7500 കിലോമീറ്ററാണ്. 7511 കിലോമീറ്റർ നമ്മളുടെ ഈ വണ്ടി ഒരു ഓട്ടോറിക്ഷ ഓടി. ഒരു ഓട്ടോറിക്ഷയാണ്. 5000 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ആക്കണം. അത്ര ആ ഒരു വണ്ടിയാണത്. ചെറിയ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് ഞങ്ങൾ 7000 കിലോമീറ്റർ പോയി. ചെറിയ എഞ്ചിനാണ്, പിന്നെ പെട്ടെന്ന് ചൂടാകുന്നുണ്ട്. അത്രയും കേസൊക്കെ ഉണ്ട്. പുതിയ വണ്ടികളൊക്കെയാണ് ഇപ്പം അതിനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട്. ഓട്ടോറിക്ഷയൊക്കെ ഒരുപാട് അപ്ഡേറ്റ് ആയി. പിന്നെ നമുക്ക് അതിലേക്ക് വന്ന ഡീസൽ ഇപ്പം ഞങ്ങൾ ചിലതൊക്കെ മറന്നു വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാവും. ചിലതൊക്കെ വിട്ടുപോയിണ്ടാവും. 1, 2, 5, 3 ഒക്കെ ഇങ്ങനെ അത്ര ഇത് വിട്ടുപോയിണ്ടാവും. കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും എന്നൊക്കെ തോന്നുന്നത്. ഇല്ലാന്നാണെങ്കിൽ ഇത് തന്നെയാണ് ഇതിൻ്റെ കണക്ക്. 13,940 റുപ്യൻ്റെ ഡീസലാണ് ഞങ്ങൾ അടിച്ചത്. സംഭവം കുറവാ കാര്യം. നമ്മളിതൊരു കാറായിട്ടാണ് പോകണമെങ്കിൽ എത്ര റുപ്യാവും ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ നമ്മൾ വേറെ കണക്കും കൂടി നോക്കും വേണം. ഏത് ടോളിൻ്റെ കണക്ക് അത് മാത്രം നോക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മളെ മാതിരി ഓട്ടോ ലൈഫൊന്നല്ല, അല്ലെങ്കിൽ കാർ ലൈഫ് കാര്യമൊന്നും അല്ല എന്നാണെങ്കിൽ, അതിൽ കിടക്കുന്നില്ല എന്നാണെങ്കിൽ റൂമിൻ്റെ പൈസ കൂടി നോക്കണ്ടേ. ബൈക്കിന് പോവുകയാണെങ്കിൽ ഫുഡിൻ്റെ പൈസ നോക്കണ്ടേ. നമുക്ക് അതും കൂടി ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ വന്നത് 13,940 രൂപ വെറും ഡീസലിന് വന്ന പൈസയാണ്. ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ 60 ദിവസം യാത്ര ചെയ്ത് ഈ 60 ദിവസത്തിന് ഞങ്ങൾക്ക് വന്നിട്ടുള്ള എൻ്റെ പൈസയാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയധികം ചിലവ് കുറച്ച് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി വേറെ ഇല്ല കേട്ടോ. തെളിയിച്ചു കഴിഞ്ഞു അടുത്ത് എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫോണിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ, ഫോൺ അന്ന് രാജസ്ഥാൻ ജയ്പൂരിൽ നിന്നാണ് ഫോണ്. അപ്പോൾ അന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു ഫോൺ എന്താ കാണിച്ചു തരാൻ. ഇതാണ് ഫോണ്, OnePlus നോട്ട്. ഇത് സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്തിക്കണമെന്ന് കരുതി. ഇത് ഷൂട്ട് ചെയ്തിക്കണം, ഇതിൻ്റെ ഷോട്ട് ഞാൻ എടുത്തിക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത് എടുത്തിട്ടില്ല.
അപ്പോൾ ഇക്കാരോടൊന്നും പറയാല്ല. പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് എടുത്ത് പോകുന്നത് തന്നെയാണ് ബില്ല്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോളെന്ന് എഴുതിയിട്ട് കണ്ട, ഇത് നമ്മുടെ ഫോൺ വാങ്ങിയ ബില്ലാണ്. ഇതിൽ ആ ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ റേറ്റ് ഉണ്ട്, നമ്മളുടെ ഫോൺ ഏതാണെന്നുള്ളതുണ്ട്, ആ മൊബൈൽ ഷോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എവിടെയാണ് മൊബൈൽ ഷോപ്പ് ഉള്ളതെന്നൊക്കെ എല്ലാ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. നമ്മൾക്ക് ഈ ഒരു ഫോൺ കൊണ്ടും കാര്യമില്ല. മിക്കവാറും നമ്മൾ അടുത്ത യാത്രയ്ക്ക് ഫോണും കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ തോന്നുന്നു. ശരിക്കും ഇത് ഇവനിവിടെ വന്നിട്ട് ഫോൺ വാങ്ങേണ്ട പൈസയാണ്. ഞങ്ങൾ അങ്ങനെ പോങ്ങി വെച്ചൊരു സംഭവങ്ങൾ അങ്ങനെ പല പരിപാടി മനസ്സിൽ ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിച്ച് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മൊബൈൽ മിസ്സാകുന്നത്. മനസ്സ് മരിച്ച പോലെ ഞങ്ങൾ. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ എത്തിയിട്ട് അവന് ഫോൺ വാങ്ങി കൊടുക്കണം, മറ്റു പല ആവശ്യങ്ങൾക്ക് പൈസ ചിലവാക്കണം. അതിലാണ് പെട്ടെന്ന് ഫോണ് 19,000 റുപ്യ ഒറ്റടിക്കും. ഒന്നാലോചിച്ചാൽ ഞങ്ങൾക്ക് നല്ല കിട്ടില്ല, നല്ല എത്രയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, മേത്തക്കായിട്ട് ഇല്ല, ശരീരത്തിനായിട്ട് ഒരു പ്രശ്നം എടുത്തിട്ടില്ലല്ലോ. എല്ലാവരും ജലദോഷം, പനി, കാലാവസ്ഥ നാട്ടിലായാലും ഉണ്ടാവും. നാട്ടിലെ 2 മഴ ഉണ്ടായാലും വെള്ളത്തിൽ പോയി ചാടിയാലും. അങ്ങനെ നമ്മുടെ ഫോൺ പോയത്, വണ്ടിൻ്റെ റിപ്പയറിങ്, അങ്ങനെ ടോട്ടലി ഞാൻ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ 45,500 ചില്ല ഉറുപ്പ്യ നമുക്ക് ചിലവാണ്. 45,000 ചില്ല ഉറുപ്പ്യ 60 ദിവസത്തിന് നമ്മുടെ ഫോൺ പോയത് അടക്കണ്ടിട്ടാൽ. ഫോൺ പോയതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 28 ചില്ലറൊക്കെ നമുക്ക് ചിലവുണ്ടാവുള്ളൂ. അല്ലാത്ത പിന്നെ വണ്ടിൻ്റെ ചിലവ് ഇതിൽ കൂട്ടേണ്ടത് തന്നെയാണ്. കാരണം അത് വണ്ടിക്ക് വന്നിട്ടുള്ള ചിലവാണ്. അപ്പോൾ മോട്ടറോ ടയറൊക്കെ പോകണമെങ്കിലൊക്കെ മാറ്റാനൊക്കെ യാത്രയിൽ വരുന്നൊരു ചിലവ് തന്നെയാണ്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം അല്ലടാ. പക്ഷേ എങ്കിൽ മൊബൈൽ പോകണമെന്ന് ഇപ്പോൾ നമ്മൾ മുൻകൂട്ടി കാണൂലല്ലോ. മൊബൈൽ പോയി. സത്യം പറഞ്ഞാൽ അന്നത്തെ ആ ഒരു വീഡിയോയ്ക്ക് ചെയ്യണം തന്നെ ആഗ്രഹിച്ച് ചെയ്തല്ലട്ടെ. പിന്നെ അത് നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കാമെന്ന് കരുതി അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രം ഞങ്ങൾ തിരിച്ചു പോകുന്നത്. വേറൊരു വിഷയം ഉണ്ടായി. വേറെ വിഷയമല്ല, ഞങ്ങൾ അതുമേ ഞങ്ങളുടെ മനസ്സ് ഉടയെന്ന് പറഞ്ഞാൽ, കാരണം അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കപ്പാസിറ്റി. അതെ, ഞങ്ങളുടെ ഒരു ലെവലനുസരിച്ച് അതിന്റെ മെപ്പെട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകിന്റെ റൂട്ട് മാപ്പ് അറിയണ്ടേ. എല്ലാതും മൊബൈലിലാണ്. ഗൂഗിൾ മാപ്പ് കാര്യങ്ങൾ, അക്കൗണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ഒക്കെ അതിലായതുകൊണ്ട് നമുക്ക് വളരെ സങ്കടമാണ്. കുറെ ആൾക്കാർ നിങ്ങൾ പറ്റിച്ചാണ്. ഞാൻ നല്ലൊരു നടനാന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചൊന്നുമല്ല, അഭിനയിക്കാൻ പറ്റുന്ന സാഹചര്യം ഒന്നുമല്ല. ഇപ്പൊ ചിരിക്കണം എന്താ വെച്ചാല്, ഇപ്പൊ അത് ഓർക്കുമ്പോ സത്യം പറഞ്ഞാല് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പിന്നീട് ഓർക്കുമ്പോ നല്ല കോമഡി ആയിട്ട് തോന്നും. പക്ഷേ നല്ല ഇടങ്ങേറുണ്ട് നമുക്ക്. ഇപ്പൊ ആ ഫോൺ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു. കാരണം ആ പൈസ നമ്മുടെ കയ്യിലുണ്ടേനി. ഈ 19,000 റുപ്യ നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട പൈസയാണ്. അതാണ് അങ്ങനെ പോയത്, ഒരു കൊണ്ടുപോയത്. ഏതായാലും അവിടെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കംപ്ലൈന്റ് കൊടുത്ത് അവിടെ ഒക്കെ പറഞ്ഞു, ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് അവിടെ. പിന്നെ അതുപോലെ ഇവിടെ കൊടുത്തു നമ്മൾ വണ്ടൂര് ഞങ്ങളുടെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരം കേസുകളൊക്കെ ക്ലിയർ ആക്കിയതാട്ടോ അന്ന്. കേസിന് കാര്യത്തൊക്കെ ക്ലിയർ ആണ്. അപ്പോൾ ഇത്തരം കേസൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി കരുതിയിരുന്നത്. കഴിഞ്ഞ യാത്രയെക്കുറിച്ചും ഇനി പോകുന്ന യാത്രയെക്കുറിച്ചും അതുപോലെ തന്നെ ഞങ്ങൾ ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ വണ്ടി. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളൊരു 4 വീലിലേക്ക് അപ്ഡേറ്റ് ചെയ്താലോ എന്നാണ് കരുതുന്നത്. 4 വീലിലേക്ക് നിങ്ങൾ പോകരുത്, ഓട്ടോയിൽ തന്നെ യാത്ര ചെയ്യണമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഇനി യാത്ര ചെയ്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. എനിക്ക് താജ്മഹൽ വഴിക്ക് ഒരു പ്രാവശ്യം കൂടി പോകാൻ പറ്റിച്ചല്ല. ആഗ്രൻ്റെ അടുത്ത് കൂടെ പോയിട്ട് താജ്മഹൽ കയറാതെ പോകുന്ന ആൾക്കാരാണ്. കാരണം ഈ വണ്ടി വിടൂല. ഈ വണ്ടിയിൽ ഇത്രയും സാധനങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് എങ്ങനെ ഞാൻ വിശ്വസിച്ച് താജ്മഹൽ കാണാൻ വേണ്ടി പോവാം? ചിലപ്പോൾ വരുമ്പോൾ വണ്ടി തന്നെ ഉണ്ടാവില്ല. കജ്ജിന്ന് ഫോണ് പോയ നാടാ. പിന്നെന്താ, കജ്ജിന്ന് പോയപ്പോൾ കയ്യിൽ നിന്ന് ആദ്യം പോയി കഴിഞ്ഞാലും അത് നമുക്ക് ഇടങ്ങേറാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് മുംബൈക്ക് കയറാൻ പറ്റൂല. പിന്നെ കാട്ടിക്ക് കയറിയ ഇപ്പോൾ തൊപ്പക്കാട് വഴിയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ യാത്ര കഴിഞ്ഞിട്ട് അവനോട് വർക്ക്ഷോപ്പത്തിൽ വെച്ച് കുക്കു ചെയ്ത് ഏതൊക്കെ മൃഗങ്ങളെ നേരിട്ട് കണ്ടു. സത്യം പറഞ്ഞാൽ ഓന് ഉത്തരം പറയാനുണ്ടാവും. ഉത്തരം പറയാണ്ട് ഇതിൽ പോകുന്നപ്പോൾ കുറച്ച് എന്നെ കണ്ടു. അല്ലാതെ നമ്മൾ തൊപ്പക്കാട് പോയി കയറുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാണാം സാധനങ്ങൾ, കാട്ടിയായിട്ടും ഇതായിട്ടൊക്കെ. അതൊന്നും സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. കാണാൻ പറ്റാത്തത് നമ്മുടെ വണ്ടിയിൽ കടത്തിവിടില്ല. വേറെന്തുമല്ല, നമുക്ക് താല്പര്യമില്ലാത്തോണ്ടാ. ചില ഇടങ്ങളിലുണ്ട് സങ്കടപ്പെട്ട് തിരിച്ചില്ല ഞങ്ങളെ വണ്ടി. ലക്നോ ടൗണിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ തിരിച്ച് ആ ടൗണ് കയറാൻ പറ്റാതെ അതിൻ്റെ അപ്പുറത്തൂടെ ഔട്ടർ സർക്കിളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഇടങ്ങി തന്നെ. പക്ഷേ ലക്നോയിൽ എന്താ കാണാനുള്ളൂ വെച്ചു നമ്മൾ ഈ ചെറിയ ചെറിയ ടൗണുകളും അതുപോലെ തന്നെ കാടും ഗ്രാമങ്ങളും മാത്രം കണ്ടാൽ പോരല്ലോ. വലിയ നമ്മുടെ രാജ്യത്തിലെ വലിയ നഗരങ്ങളും നമ്മൾ കാണണ്ടേ. അതിലൊക്കെ ഇനി ഒരു പോക്ക് പോകാൻ പറ്റുമോ? പറ്റുമായിരിക്കും. പറ്റിയിട്ടില്ലെങ്കിലോ ഒറ്റ പോക്കിൽ തന്നെ ഒക്കെ കണ്ടുപോരുക. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ 4 വീലിലേക്ക് ഒരു അപ്ഡേഷൻ ഞങ്ങൾ ചെയ്താലോ എന്ന് കരുതുന്നുണ്ട്.
ഞങ്ങളെ കൊണ്ട് താങ്ങുന്ന കേസ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നുള്ള ആ ഒരു ധൈര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അല്ലേ, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് പെട്ടെന്ന് പോയിട്ട് വേറെ വണ്ടി എടുക്കറിയുമ്പോ അത് നിങ്ങൾക്ക് അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞങ്ങളെല്ലാം ചെയ്യാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശമാണ്, ഞങ്ങൾക്ക് മോശമാണ്. ഞങ്ങൾക്ക് ഏറെ മോശമാണ്. ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങള് സർപ്രൈസ് തരുമ്പോ നമുക്ക് ചെറുതുമ്പോൾ ഒതുങ്ങാം, വലുതുമ്പോൾ ഒതുങ്ങാൻ കഴിയില്ല. അതെ. അപ്പൊ നിങ്ങൾ ഒന്ന് മര്യാദക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് സപ്പോർട്ട്, അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു യാത്ര 60 ദിവസം ഞങ്ങൾക്ക് നല്ല രീതിയിൽ പോയി പോരാൻ വേണ്ടി പറ്റിയത്. അതിൽ നിങ്ങളെ സ്നേഹം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം ഞങ്ങൾ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിളിക്കും, മെസ്സേജ് അയക്കും, എന്താ പറ്റിയ കമന്റിൽ വരുന്നു, നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ രണ്ടാളും കൂടിയല്ല ഒരുപാട് പേര് ഞങ്ങൾക്ക് വിളിക്കലുണ്ട്. ഓരോ രാത്രിയും കുക്കുന്ന് അറിയാൻ എനിക്കറിയാം. കാരണം ഞങ്ങളോട് രണ്ടാളോട് സംസാരിച്ചിട്ട് എല്ലാവരും ഫോൺ ഔട്ടാക്കുക. പരമാവധി എല്ലാവരുടെ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യലുണ്ട്, എല്ലാവരുടെ മെസ്സേജിനും റിപ്ലൈ തരാറുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെ ചില ടൈമിലൊന്നും നമുക്ക് കമൻറ്റിനോ അല്ലെങ്കിൽ മെസ്സേജിനോ ഒന്നും റിപ്ലൈ തരും. പക്ഷേ എങ്കിലും ഞാൻ തരും. ഇപ്പോൾ 2 ദിവസം വൈകിയാലും തീർച്ചയായിട്ടും ഞാൻ തരും. അല്ലടാ, നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അപ്പോൾ അത്തരം കേസുകളിലൊക്കെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ആ ഒരു പിന്തുണ, അത് തന്നെയാണ്, നിങ്ങളുടെ സ്നേഹമാണ്. ഞങ്ങളുടെ അടുത്തൊരു വിജയം ഉണ്ടാവണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ ആ ഒരു പരിശ്രമവും ഒക്കെ പാടെ ചേരുമ്പോൾ തന്നെയാണ് ഇതിങ്ങനെ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കേടില്ല. 35K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് വെട്ടീനി ഉള്ള കാര്യം പറയാലോ. വന്ന വഴി മറക്കുന്ന ആളുകളൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ 35K 35,000 സബ്സ്ക്രൈബറായി. നമ്മൾ അടുത്ത യാത്ര പോകുമ്പോഴേക്ക് അല്ലെങ്കിൽ അടുത്ത യാത്ര പോകുമ്പോഴേക്ക് ഒരു 50K ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ തന്നെ ഇവിടെ എന്തൊക്കെ തരത്തിൽ വീഡിയോകളോ വരുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. യാത്ര അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം. ഞങ്ങളൊരു 4 വീലിലേക്ക് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഓട്ടോയിൽ പോയിരുന്ന ആ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യൂസ് നിങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളാരും ഇനി വീഡിയോ കാണില്ല. അത്തരത്തിലൊന്നും ആരും ചിന്തിക്കരുത് ദയവേത്. അല്ലേ, നിങ്ങളുടെ ഒരു അനിയന്മാരായിട്ട് ഞങ്ങളെ കാണണം, സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണല്ലോ. നിങ്ങളാണ് ഞങ്ങൾ വോട്ട് തരിക. നിങ്ങൾക്കൊണ്ടേ കഴിയുള്ളൂ. ഞങ്ങൾക്ക് ചോദിക്കാനേ പറ്റുള്ളൂ, പരിശ്രമിക്കാനേ പറ്റുള്ളൂ. ഞങ്ങൾ പരിശ്രമിക്കും, നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹം അത് മതി ഞങ്ങൾക്ക്. ഞങ്ങൾ രക്ഷപ്പെടും, ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾക്ക് കിട്ടും, പോകാൻ വേണ്ടി സാധിക്കും അടുത്ത യാത്രയൊക്കെ. ഏതായാലും അങ്ങനെ. അപ്പോൾ അടുത്ത യാത്രയെക്കുറിച്ചുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട്. അല്ലടാ, അടുത്ത വീഡിയോ അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം ബഹുലമായുള്ള യാത്ര, നിസ്സാര സംഭവമല്ല. അപ്പോൾ അത് എത്ര ദിവസം കൊണ്ട് യാത്ര സ്റ്റാർട്ടാക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു നിശ്ചയമല്ല കേട്ടോ. ഞാൻ അതിലുള്ള കാര്യം പറയാം. എത്ര ദിവസം കൊണ്ട് നമുക്ക് യാത്ര പോകാൻ പറ്റും? 1 മാസം കൊണ്ട് പോകാൻ പറ്റുമോ? അത് 1.5 മാസം കൊണ്ട് പോകാൻ പറ്റുമോ? അതിനുള്ളിൽ നമ്മുടെ കാര്യങ്ങൾ ഫുള്ള് ക്ലിയർ ആവണം. വണ്ടി കിട്ടണം, വണ്ടി കിട്ടിയിട്ട് വണ്ടീൻ്റെ പണികൾ തീർക്കണം, യാത്ര അങ്ങോട്ട് പോകുന്നത് അതിനെക്കുറിച്ച് കൃത്യമായ പ്ലാനിങ് ചെയ്യണം. അതുപോലെ തന്നെ അതിലേക്കുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ അടുത്ത യാത്ര പോകുമ്പോൾ സ്പോൺസേഴ്സിനൊക്കെ തേടുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ സ്പോൺസർ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ നമ്പർ എല്ലാ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. നിങ്ങളുടെ ചെറിയൊരു കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ കമ്പനി ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പരസ്യം ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടിയാലും അടുത്ത് നല്ല രീതിയിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ പോയി പോകുന്ന ഏരിയകളൊക്കെ നമുക്കിപ്പോൾ ഇത്രയും ദൂരം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 60 ദിവസം വന്നു. അടുത്ത് നമുക്ക് ഈ 60 ദിവസം കൊണ്ട് ഇതിനേക്കാൾ ദൂരം കവർ ചെയ്യണം, ഇതിനേക്കാൾ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം, കണ്ടൻറ് ഇല്ലായ്മ എന്നുള്ള ഒരു പോരായ്മകളൊക്കെ തീർക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യണം. അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.